രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം സൃഷ്ടാവായ ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ള ഒരു സദ്വാർത്തയുമായിട്ടാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് സമയം. നമ്മുടെ 15-20 മിനിറ്റ് സമയങ്ങൾ ദയവായി ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കു അർത്ഥമെന്ത്. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കു അർത്ഥമെന്ത്. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. അഹങ്കരിക്കും ഇടപിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും, ഡിഗ്രിക്കും PGക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും, ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അഹങ്കരിക്കും ഇടപിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും, ഡിഗ്രിക്കും PGക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും, ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയായി, സർവകലാശാലകളെ ഏറ്റെടുക്കൂ വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, സർവകലാശാലകളെ പങ്കെടുക്കൂ വെല്ലുവിളിയിൽ. ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയായി, സർവകലാശാലകളെ ഏറ്റെടുക്കൂ വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ലോകകലാശാലകളെ പങ്കെടുക്കൂ വെല്ലുവിളിയിൽ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. മതങ്ങളെ നിങ്ങൾക്കും ചേരാം, മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം, രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാളി തൊഴിലാളിക്കും കമ്പ്യൂട്ടർ വിദ്വാനും ചേരാം, ശാസ്ത്ര നായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുതേ. മതങ്ങളെ
നിങ്ങൾക്കും ചേരാം, മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം, രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാളി തൊഴിലാളിക്കും കമ്പ്യൂട്ടറും വിദ്വാനും ചേരാം, ശാസ്ത്ര നായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുതേ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ലോകം തരും ഡിഗ്രിയാൽ നീ നേടും അന്നം കഴിക്കാൻ, ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ. ശരീരം നിൽക്കില്ല, ജീവനും നിൽക്കില്ല, മരണം വിഴുങ്ങുമ്പോൾ ഘോഷനായി തീരും നീ. ലോകം തരും ഡിഗ്രിയാൽ നീ നേടും അന്നം കഴിക്കാൻ, ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ. ശരീരം നിൽക്കില്ല, ജീവനും നിൽക്കില്ല, മരണം വിഴുങ്ങുമ്പോൾ ഘോഷനായി തീരും നീ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. വിദ്യാഭ്യാസേ നേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി വാണിടാനീ ഭൂവേ യേശുവോടൊപ്പമായി ചേരുക നീ യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ നേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി വാണിടാം നീ ഭൂവേ യേശുവോടൊപ്പമായി. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്ക് അർത്ഥമെന്ത്. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്ക് അർത്ഥമെന്ത്. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായൊരു പ്രഭാതം സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകി. നാം ആരും ഓൺ ചെയ്യാതെ ഇന്ന് പ്രഭാതത്തിൽ പതിവ് പോലെ തന്നെ ദൈവം തന്റെ അപ്രകാശം ഉദിപ്പിച്ചു. അങ്ങനെ സൂര്യൻ ഉയർന്നപ്പോ മറ്റൊരു ദിവസത്തിന്റെ ആരംഭവും കൂടെയായി. ഈ യാത്രയില് എറണാകുളം ജില്ലയില് കാക്കനാട് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിന്റെ മുൻപിൽ
ദൈവത്തിന് മാനവരാശിയെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അറിയിപ്പാൻ ദൈവം തിരുവള്ളമുണ്ടായി. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി അതിന്റെ പുതിയ ഉടമ്പടി പുസ്തകത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശം, രാജ്യത്വത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോട് അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. പ്രിയ സഹോദരങ്ങളെ, മറഞ്ഞുകിടക്കുന്ന ദൈവത്തിന് മാനവരാശിയെക്കുറിച്ചുള്ള പദ്ധതിയെ നിങ്ങളെ അറിയിക്കുന്ന ഒരു ടീമാണ് ഇതിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ സന്ദേശം അവസാനിപ്പിച്ച് കടന്നു പോകും. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി ഇന്ന് മറിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഇവിടെ നോക്കുമ്പോ ധാരാളം വ്യക്തിത്വങ്ങൾ ഇവിടെ കടകൾ നടത്തുന്നു, ടാക്സിയായിട്ട് ഓടുന്നു, പിക്കപ്പും ഓട്ടോറിക്ഷയും കാറും ഒക്കെ. ഇവരെന്തിനാണ് ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓടുന്നത് അവർ പറയുകയാണ് വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണെന്ന്. ഈ വയറ്റിപ്പഴപ്പ് നടന്നു കഴിഞ്ഞാലോ വീണ്ടും എനിക്ക് ഈ ലോകത്തിൽ വലിയവനാകാനാണ് ഓടുന്നത്, ഹീറോ ആകാൻ ഓടുകയാണ്, വലിയവനാകാൻ ഓടുകയാണ്. പക്ഷേ നമ്മൾ വലിയവരാകുമോ? ചിന്തിച്ചു നോക്കിയേ, ഹീറോ ആകാൻ ഓടുന്ന നമ്മളെല്ലാം അവസാനം സീറോ ആയി തീരുകയല്ലേ? ഹീറോ ആകാൻ വേണ്ടി ഓടി അവസാനം സീറോ ആയി തീരുന്നു. മരണം നമ്മളെ പിടിക്കുമ്പോൾ നാം ഇവിടെ എത്രമാത്രം വലിയ ഹീറോ ആയാലും, എത്രമാത്രം സമ്പാദിച്ചാലും, എത്രമാത്രം വലിയ വ്യക്തിയാണെങ്കിലും നാട്ടുകാരും വീട്ടുകാരും ലോകക്കാരെല്ലാം നമ്മളെ പുകഴ്ത്തി പറഞ്ഞാലും മരണത്തോടുകൂടെ നമ്മളൊരു സീറോ ആയി തീരുകയല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ജീവിതം വ്യർത്ഥമല്ലേ? ഹീറോ ആകാൻ ആഗ്രഹിച്ച അവസാനം സീറോ ആയി തീരുന്ന ഒരു ജീവിതം, അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ ഓടുന്നു. ഇത് മനുഷ്യനെ കുറിച്ച് ഒരുക്കുന്ന ഭാവിയാണ്. എന്നാൽ മനുഷ്യന്റെ ഉടമസ്ഥനായ ദൈവം മനുഷ്യനെ കുറിച്ച് ഒരുക്കുന്ന ഭാവി, ആ ഭാവിയെ നിങ്ങളെ അറിയിക്കുവാനാണ് ഇപ്പോൾ ഈ ടീം ഇതിലൂടെ കടന്നു പോകുന്നത്. ആ ഭാവിയെ നിങ്ങളെ അറിയിക്കുവാൻ. പക്ഷെ ആ ഭാവി ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുകയാണ്. ആ ഭാവി നമ്മുടെ ജീവിതത്തിൽ ഇവിടെ മറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ ഭാവിയെ മറഞ്ഞു കിടക്കുന്നതിനെ ഒന്ന് മറനീക്കി നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അതിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ ഒരവസരം ദൈവം തരികയാണ്. ഇതാണ് മത്തായി 24:13 പറയുന്നത്: രാജത്വത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കും. അതോടെ ഈ യുഗം തീരും. അതായത് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി മനുഷ്യ നിന്നെ അറിയിക്കും. അതിനുശേഷം ഈ യുഗം അവസാനിക്കും, ഈ കോഴ്സ് തീരും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട്, അതിന്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ മാനവകുലത്തെ കുറിച്ചുള്ള പദ്ധതി? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ മാനവരാശിയെക്കുറിച്ചുള്ള പദ്ധതിയെ നമ്മളെ അറിയിച്ചു. ആ ദൈവപുത്രനായ ക്രിസ്തു പ്രസംഗിച്ച സന്ദേശത്തിന്റെ പേരാണ് രാജ്യത്വ സുവിശേഷം. അതിലെന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമ്മൾ ദൈവത്തോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷനാണ് ഈ രാജ്യത്വ സുവിശേഷം. അതായത് മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക്, മരണമുള്ള കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത കുടുംബത്തിലേക്ക്, ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും ഒക്കെ പെട്ടുപോയ നമ്മളെ
ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവിന്റെ ഭവനത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സന്ദേശമാണ് രാജ്യത്തെ സുവിശേഷം. അത് നിങ്ങളെ അറിയിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് തെരുവിലേക്ക് വന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, വിളിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. പിന്നെ തെരുവിൽ കടന്നുപോയി നീ കാണുന്നവരെല്ലാം അറിയിക്കുവാൻ പറഞ്ഞ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരമാണ് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് താല്പര്യമുണ്ടെങ്കിൽ ദൈവഭവനത്തിൽ ദൈവത്തോടുകൂടെ, ഏത് ദൈവത്തോടുകൂടെ? ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മളെപ്പോലെ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ, ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ച് മരണത്തിലും പെട്ട് സീറോ ആയി പോകുന്ന നമുക്ക് ദൈവമൊരുക്കുന്ന ഭാവിയെ സ്വീകരിച്ചുകൊണ്ട്, മരണത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചുകൊണ്ട്, യഥാർത്ഥ ദൈവത്തിന്റെ പുത്രന്മാരായി, ഭൂമിയുടെ രാജാക്കന്മാരായി തീരുന്ന ഹീറോക്കളായി തീരുവാൻ ഉള്ള ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളോടുകൂടെ താമസിക്കുവാനാണ്. കാരണം ഈ ഭൂമി ദൈവ കുടുംബത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ലൈഫാണ്. നമുക്ക് തീരുമാനമെടുക്കാം, എനിക്ക് ദൈവത്തോടുകൂടെ, സൃഷ്ടാവോടുകൂടെ, മരണമില്ലാത്ത സൃഷ്ടാവോടുകൂടെ ദൈവത്തിന്റെ മകനായി ഈ ഭൂമിയുടെ നിത്യരാജാവായി ജീവിക്കണോ, അതോ ഇവിടെ ഇതാ LKG, UKG, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് അതിനിടയിൽ ഒരു ഓട്ടോ ഡ്രൈവറായി, അല്ലെങ്കിൽ ഒരു ക്ലർക്കായി, ഒരു അക്കൗണ്ടന്റായി, അല്ലെങ്കിൽ ഒരു കളക്ടറായി, ഒരു പോലീസുകാരനായി, ഒരു മന്ത്രിയായി ഇവിടെ കുറച്ചുനാൾ മന്നം കഴിക്കാൻ കഴിയാതെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ആയിട്ട് അവസാനിച്ച് ഏതെങ്കിലും സെമത്തേരിയിൽ പോയി ഒടുങ്ങി ഹീറോ ആകാൻ ആഗ്രഹിച്ച് അവസാനം സീറോ ആയി തീരണോ, അതോ മനുഷ്യന്റെ പദ്ധതിയെ വിട്ട് ദൈവം മാനവരാശിക്ക് ഒരുക്കിയ ഭാവിയായ ദൈവരാജ്യ സന്ദേശ സുവിശേഷം കേട്ട് ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ കൂട്ട സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ട അവകാശിയായി, ഈ പ്രപഞ്ചത്തിന്റെ രാജാവാകുന്ന ദൈവത്തിന്റെ കുടുംബക്കാരനായ ദൈവത്തിന്റെ മകനായി, മരണമില്ലാത്തവനായി മാറണോ എന്നൊരു തീരുമാനം നമ്മുടേതാണ്. ഇത് നിങ്ങളെ അറിയിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ചോയ്സ് നമ്മുടേതാണ്. ഒരു ഇലക്ഷൻ വരുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള തീരുമാനം നമ്മുടേതായിരിക്കുന്നത് പോലെ ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. ദൈവം അതിലൊന്നും കൈയടത്തത്തില്ല. പക്ഷെ പറഞ്ഞു തരും, മോനെ നീ ജീവനിൽ വോട്ട് ചെയ്യേ, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയിൽ നീ പ്രവേശിക്കേ. നീ നിന്റെ ഭാവിയെ ഒരുക്കാൻ നോക്കി നീ ഇവിടെ പലതും പഠിച്ച് ജയിച്ച് പല ഫണ്ടുകളിലൊക്കെ നീ ഇൻവെസ്റ്റ് ചെയ്ത്, SIPയും ചെയ്ത്, മ്യൂച്വൽ ഫണ്ടും ചെയ്ത്, നീ ഷെയർ ഹോൾഡറും പ്രാപിച്ച് അവസാനം നീ ഒരു ഹീറോ ആകാൻ ആഗ്രഹിച്ച് സീറോ ആകുന്ന പദ്ധതിയിൽ നിന്ന് നിന്നെ മാറ്റിയിട്ട് ഇതാ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയ ഭാവിയിലേക്ക് പ്രവേശിപ്പാൻ, അതിന് ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പും ഒന്നുമില്ല. പകരം സൃഷ്ടാവായ ദൈവം, നമ്മുടെ സ്നേഹനിധിയായ പിതാവ്, സ്വർഗസ്ഥ പിതാവ് നമ്മളെ ക്ഷണിക്കുകയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. ഇതാ മക്കളെ, ഞാൻ നിങ്ങളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ ഇന്നുള്ള നിന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് നീ മാനസാന്തരപ്പെട്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും വിശുദ്ധനായ നിനക്ക് എന്നോടുകൂടെ താമസിക്കാം എന്ന ഇൻവിറ്റേഷൻ പ്രിയ മക്കളെ തള്ളിക്കളയരുതേ എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പറഞ്ഞ സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. നിന്റെ സ്വർഗസ്ഥ പിതാവ് നിന്നോടുകൂടെ ജീവിക്കാനുള്ള കാലം സമീപിച്ചു. നിന്റേതായ സകല കാലങ്ങളും തീരുകയാണ്. ദൈവത്തിന്റെ കാലം തുടങ്ങുകയാണ്. ദൈവത്തിന് നിന്നോടുകൂടെ ജീവിക്കാനുള്ള കാലം. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് കടന്നു വരിക എന്ന സന്ദേശമാണ് യേശു ക്രിസ്തു അറിയിച്ചത്. ഇപ്പോൾ നിങ്ങൾ പറയും, നിങ്ങളിൽ ചിലര്, ഞാനിവിടെ കണ്ടു, നോട്ടീസ് കൊടുക്കുമ്പോൾ ചിലര് മുഖം തിരിച്ച് ഓടിക്കളയുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചോയ്സാണ് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ. ആരെയും നിർബന്ധിക്കത്തില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളെ അറിയിക്കുന്നു. ഇതാ ഈ നോട്ടീസ് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ, വേണ്ട. ഇനി ഇത് സ്വീകരിക്കുന്ന ചിലരിൽ ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടാകും, ഞങ്ങൾക്ക് ഈ സഹോദരൻ പറയുന്നത് സൃഷ്ടാവോടുകൂടി ഞങ്ങൾക്ക് ജീവിക്കണം.
സൂര്യനെയും ചന്ദ്രനെയും താരകണങ്ങളെയും സർവ്വപ്രപഞ്ചത്തെയും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സ്നേഹനിധിയായ ദൈവത്തോടുകൂടെ ഞങ്ങൾക്ക് ജീവിക്കണം. മകളെ, നിങ്ങളുടെ ആഗ്രഹം നല്ലതാ. അവരോട് പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ ആഗ്രഹം നല്ലതാണ്, പക്ഷെ ആഗ്രഹം കൊണ്ട് ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് നമ്മൾ മരണത്തിന് കീഴ്പ്പെട്ട് മരിക്കുന്ന മനുഷ്യരോടുകൂടെ ജീവിക്കുക, ദൈവത്തോടുകൂടെ അല്ല. അതിന്റെ കാരണം നമ്മുടെ പാപമാണ്. നമ്മുടെ പാപമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. അല്ല നമ്മുടെ ജാതിയോ മതമോ കളറോ നമ്മുടെ പണത്തിന്റെ പെരുപ്പമോ ദാരിദ്ര്യമോ ഒന്നുമല്ല. പാപത്തിന്റെ ശമ്പളം മരണമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെ നമ്മളെല്ലാവരും പാപികളായതുകൊണ്ടാണ് ഈ മരണത്തിലേക്ക് നാം ഹെഡ് ചെയ്യുന്നത് ഓരോ നിമിഷവും. എന്നാൽ ഇതിന് പരിഹാരം ഈ ഭൂമിയിൽ ഒരു ഡോക്ടർ അടുക്കലില്ല, ഒരു മെഡിക്കൽ ഷോപ്പിലില്ല മരണത്തിന് പരിഹാരം. നമ്മുടെ സ്കൂളിലോ കോളേജിലോ നമ്മൾ പഠിക്കുന്ന ഒരു കരിക്കുലത്തിലും മരണത്തിനുള്ള പരിഹാരമില്ല. നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ നോക്കിയാൽ അതിലൊന്നും മരണത്തിന് പരിഹാരമില്ല. പകരം അവർ പറയുന്നത്, മരിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് പണം തരാമെന്നാ പറയുന്നത്. നമ്മുടെ ആശുപത്രികളിൽ ഇതിന് പരിഹാരമില്ല. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ മരണത്തിന് പരിഹാരമില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ മരണത്തിന് പരിഹാരമില്ല. എന്നാൽ സൃഷ്ടാവായ ദൈവം നമുക്കൊരുക്കിയ, മാനവരാശിക്കൊരുക്കിയ ആ ദൈവത്തിന്റെ പദ്ധതിയിൽ മരണത്തിന് പരിഹാരമുണ്ട്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത്, എന്നെ വിശ്വസിക്കുന്ന നീ മരിച്ചാലും നീ ജീവിക്കും. അതിന്റെ അർത്ഥം അത് മരണത്തിന് പരിഹാരമാണ്. വിശുദ്ധ ബൈബിളിലെ പഴയ ഉടമ്പടി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മരണത്തിനുള്ള പരിഹാരം സൃഷ്ടാവായ ദൈവത്തിനുള്ള യഹോവയ്ക്കുള്ളത്. അങ്ങനെയെങ്കിൽ പ്രിയമകളെ, ഇതാ ഞാനും നിങ്ങളെ മരിച്ചു വീഴുന്നതിന്റെ കാരണം പാപം നിമിത്തമാണ്. എന്നാൽ ഇതിന് പരിഹാരം ദൈവം എങ്ങനെയാ ചെയ്തേ? ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഒരേ ഒരു മകനാണ്, ഏകജാതനാണ് ക്രിസ്തു. ആ ഏകജാതനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് യേശു എന്ന പേരിൽ, വചനം എന്ന് മറമേറുള്ള ക്രിസ്തുവിനെ, വചനം മാംസമായ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടതെന്ന് ഈ ഭൂമിയിൽ പ്രസംഗിച്ച് മാത്രമല്ല ജീവിച്ച് കാണിച്ചു തന്നുകൊണ്ട് 3.5 വർഷത്തെ ആ പ്രസംഗ ശുശ്രൂഷയുടെ അവസാനം മാനവജാതിക്ക് താൻ പ്രസംഗിച്ച സന്ദേശമായ ദൈവത്തോടുകൂടിയുള്ള ജീവിതം അവകാശമാക്കുവാൻ, സ്വന്തമാക്കുവാൻ, പാപം അവർക്ക് വൻമതിലായി നിൽക്കുമ്പോൾ, തടസ്സമായി നിൽക്കുമ്പോൾ, ആ പാപത്തിന്റെ വൻമതിലുകളെ തകർക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ ശമ്പളമായ മരണം കാൽവരി ക്രൂശിൽ താൻ മനുഷ്യർക്ക് വേണ്ടി ഏറ്റെടുത്തു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിലൂടെ ഇന്നുവരെയും മനുഷ്യനും ദൈവവും തമ്മിൽ അടുക്കുന്നതിന് തടസ്സമായി നിന്ന പാപത്തിന്റെ വൻമതിൽ യേശുക്രിസ്തു തന്റെ മരണത്തിലൂടെ, തന്റെ രക്തത്തിലൂടെ തകർത്തു കളഞ്ഞു എന്ന ആത്മീക സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷകനായി ഏറ്റെടുത്തുകൊണ്ട്, ദൈവപുത്ര എന്റെ ഹൃദയത്തിലേക്ക് എന്ന് പറയണമേ, എന്നെ നിത്യമായ സ്വർഗത്തിലേക്ക്, സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കലേക്ക്, സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, വാഗൊണ്ട് നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഇതാ പ്രിയ സഹോദര, പ്രിയ സഹോദരിയെ, തുടർന്നുള്ള ജീവിതകാലം ആ യേശുക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിക്കാൻ നിങ്ങളെ ഇതാ ഉത്ബോധിപ്പിക്കുകയാണ്. അതിനായി നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സൃഷ്ടാവായ ദൈവത്തോടുകൂടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അതിനുള്ള ഏക മാർഗം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി, മനുഷ്യരുടെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ലോകത്തിന്റെ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏക മാർഗം ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, തുടർന്നുള്ള നാളുകളിൽ യേശുവെ അനുസരിച്ച് അനുഗമിക്കാൻ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ആ യേശുക്രിസ്തുവിനോട് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ സ്വർഗീയ പിതാവോട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനി താമസിക്കേണ്ട ആവശ്യമില്ല. ഈ ശബ്ദ കാഴ്ചപരിധിയിൽ എന്നെ കേൾക്കുന്ന നാട്ടുകാരെ, ഇതാ ഓൺലൈനിലൂടെ വിവിധ മാർഗങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾ ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ ആ യേശുവെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുക. യേശു ദൈവപുത്രനാണ് എന്ന്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗീയ പിതാവ് മരിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചതാണെന്ന്
അതാ തനിക്ക് തന്നോടുകൂടെ സ്വർഗീയ പിതാവിന് നമ്മളോടുകൂടെ ജീവിക്കാനുള്ള സന്ദേശം യേശു അറിയിച്ചുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു മരിച്ചുവെന്ന് തുടർന്ന് നമ്മളെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ഏൽപ്പിച്ചുകൊണ്ട് ആ സ്വർഗീയ പിതാവിന്റെ കീഴിൽ ദൈവം സകലത്തിലും സകലതുമാകേണ്ടതിന് ആ പുത്രനും കീഴടങ്ങിയിരുന്നു കൊണ്ട് അങ്ങനെ ഓണറായ ആ പിതാവിന്റെ കീഴിൽ പുത്രൻ അവകാശിയായി കീഴടങ്ങിയിരുന്നു കൊണ്ട് നമ്മളും ആ അവകാശത്തിലേക്ക് കൂട്ടവകാശികളായി മാറുന്ന ആ മഹാസ്വർഗീയ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന 2 നോട്ടീസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ചെറിയൊരു കവലപ്രസംഗം കൊണ്ട് ഇത് മുഴുവനും പറഞ്ഞു തരാനൊന്നും സാധ്യമല്ല. ഇത് കേൾക്കുന്ന ശ്രദ്ധയോടെ ആരെങ്കിലും കേട്ടാൽ ധാരാളം സംശയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ചിട്ടുണ്ടാകാം. എന്നാൽ 2 ട്രാക്ട് നിങ്ങൾക്ക് അത് പരിഹരിക്കാനുള്ളൊരു മാർഗമാണ്. അതിൽ ആദ്യത്തേത് ഒരു ട്രാക്റ്റാണ്. ദൈവത്തിനും മനുഷ്യരെ കുറിച്ചുള്ള പദ്ധതിയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തേത് ഇവിടെ അടുക്കൽ പൂക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. പ്രാർത്ഥനാലയം എന്നാണ് പേര്. ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു ദൈവവചന ധ്യാനമുണ്ട്. ദൈവരാജ്യ സുവിശേഷത്തെ കുറിച്ച് വ്യക്തമായി അറിയിക്കുന്ന ആ സന്ദേശത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീരും. താല്പര്യമുള്ളവർ അതിന് താഴെ ഞങ്ങളുടെ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറിൽ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സഹായമായി ഈ സന്ദേശം അറിയുവാനുള്ള, തുടർന്ന് ഈ സന്ദേശം ജീവിക്കാനുള്ള ഒരു അവസരം അതിലൂടെ ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങളെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ഇവിടെ ഈ സമയത്ത് ഒരല്പസമയം നമ്മൾ വയറ് വിശക്കുന്നതുകൊണ്ട് ഓടി അധ്വാനിക്കുന്നു, ഈ ഹീറോ ആകാൻ നോക്കുന്നു, അവസാനം നമ്മൾ സീറോ ആയി അവസാനിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ഹീറോ ആകാൻ വെച്ച രാജ്യത്തെ സുവിശേഷ പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഏവരും ഉത്ബോധിപ്പിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഒരുക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി. ഈ കാക്കനാട് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിന്റെ മുൻപില് അങ്ങയുടെ ദിവ്യമായ സന്ദേശം അങ്ങ് മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയ അങ്ങയുടെ ഭാവിയെ അറിയിപ്പാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ ഏവരെയും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ തേജസ്സും അങ്ങയുടെ മക്കളോട് കൂട്ടായിരുന്ന് അവരുടെ സകല കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും മാതാപിതാക്കന്മാരെയും അവരുടെ എല്ലാ ബിസിനസ്സിനെയും ജോലി വേലകളെയും, പ്രത്യേകിച്ച് ഈ ടാക്സി സ്റ്റാൻഡിൽ അനേക കുഞ്ഞുങ്ങൾ അതാ വൈദ്യപ്പഴുപ്പിന് വേണ്ടി അവരുടെ കുടുംബങ്ങളെ പുലർത്താൻ ഓടി നടക്കുന്നു. അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ അനുഗ്രഹം കർത്താവ് ഒരു സമത്തേരിൽ ഒതുങ്ങുന്നത് മാത്രമായി തീരാതെ ഈ അനുഗ്രഹം സൃഷ്ടാവെ അങ്ങയോടുകൂടെ ജീവിക്കുന്ന തലത്തിലേക്ക് മാറ്റപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ മാത്രമല്ല, ശബ്ദ കാഴ്ചവറിയിൽ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ശ്രമിക്കുന്നു അവരെല്ലാം ഇതേ പ്രാർത്ഥനയുടെ കീഴിൽ അത് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നാമത്തിൽ മക്കൾ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി നന്ദി. ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. ഗോഡ് ബി ബ്ലസ് യു. സ്റ്റേ ബ്ലസ്ഡ്. പ്രൈസ് ഗോഡ്.